ഞാൻ ഇന്ന് ഈ പോസ്റ്റ് കണ്ടിട്ട് ഒരുപാട് ചിരിച്ചു. കാരണം വേറൊന്നുമല്ല, ഇത് ഫണ്ണി ആണെങ്കിൽ കൂടെ ഇത് റിലേറ്റബിൾ ആണ്. ഇതിനകത്ത് ഒരുപാട് സത്യങ്ങളുണ്ട് അല്ലേ. വിമൻ എപ്പോഴും, സ്ത്രീകൾ എപ്പോഴും ഇൻഫർമേഷൻസ് ഇങ്ങനെ വെച്ചിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷവും ഇതിൻ്റെ പേരിൽ വഴക്കടിക്കുന്നതൊക്കെ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിൻ്റെ പുറകിലൊരു ഡീപ്പായിട്ടുള്ള റീസൺ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പൊതുവെ സ്ത്രീകൾ എപ്പോഴും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് തലയിൽ വെച്ചുകൊണ്ട് നടക്കുമായിരിക്കും. അതൊന്നും മാനേജിങ് ദ ഹൗസ് ആയിരിക്കും, പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും പേരൻറ്റിങ്ങും കുട്ടികളും വർക്കും. ഇതൊന്നും റെയർലി ആയിരിക്കും അക്നോളജ് ചെയ്യുന്നത്. വിമൻ ഒരു കുക്കിങ്ങിനോ ക്ലീനിങ്ങിനോ ഒക്കെ മണിക്കൂറുകളോളം കിച്ചണിലൊക്കെ സ്പെൻഡ് ചെയ്താൽ അതിനെ നോർമലായിട്ട് കാണും. പക്ഷെ അതേ സമയത്ത് ഒരു പുരുഷനാണത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പ്രേസ് ചെയ്യാനോ അപ്രീഷിയേറ്റ് ചെയ്യാനോ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. വിമനെ എപ്പോഴും അൺഅപ്രീഷിയേറ്റഡ് ആയിരിക്കും. സംടൈംസ് സ്ത്രീകൾ എപ്പോഴും റിയാക്ട് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ആകണമെന്നില്ല. അവരുടെ സ്ട്രഗിൾസ് ഇഗ്നോർഡായിട്ടും ഡിസ്മിസ്ഡ് ആയിട്ടും അവർക്ക് തോന്നും. അങ്ങനെ ഇമോഷൻസ് അവർ ബിൽഡപ്പ് ചെയ്ത് ഒരു ഫൈൻ ഡേ ആയിരിക്കും അവർ ഡ്രമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അത് കേൾക്കാത്ത വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലും അത് ഡ്രാമയല്ല, അവരുടെ ഫ്രസ്ട്രേഷന് മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ഫ്രസ്ട്രേഷനാണ്. ഇതൊരു സൊല്യൂഷൻ സിമ്പിളാണ്. ലിസൺ, അക്നോളജ് ആൻഡ് അപ്രീഷിയേറ്റ്. ഒരു സ്മോൾ ആക്ട് ഓഫ് എമ്പതി മതി നാളത്തെ ഒരു ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടി. ഇങ്ങനെ ഒരു ആർഗ്യുമെന്റിൽ വരുമ്പോൾ രാധർ ദാൻ ഇതൊക്കെ അന്ന് നടന്നതല്ലേ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഓക്കെ, അതിനെ ഒന്ന് അക്നോളജ് ചെയ്യുക. പ്രോബബ്ലി ഇത് ശരിയാണ്, നിനക്ക് വിഷമമായിട്ടുണ്ടെന്ന് എനിക്കറിയാം, അന്ന് എനിക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എനിക്ക് ശരിക്കും ഇതിനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. ഇതിന് ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ, എങ്ങനെയാണ് നീ ആഗ്രഹിക്കുന്നതെന്നൊന്നൊരു ചോദ്യം മതിയാവും. പ്രോബ്ലി എല്ലാ കാര്യങ്ങളും റിസോൾവ് ചെയ്യാൻ പറ്റും. അതല്ലാതെ വർഷങ്ങളോളം ഇവളെ അന്ന് നടന്ന കാര്യം 10 വർഷം നടന്നത്, 20 വർഷം നടന്നത് ഇപ്പോഴും വഴക്കടിക്കുന്നതൊന്നും ചിന്തിക്കുന്നതിന് പകരം അതിൻ്റെ പുറകിൽ എന്താണെന്നുള്ളതും അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളതും ഒന്ന് അക്നോളജ് ചെയ്യുക, സൊല്യൂഷൻ കാണുക, ഒന്ന് ലിസൺ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് സെൽഫ് ഇനഫ് ഫോർ ഹർ.